ാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഷ്ട അധികാരങ്ങളും ഉണ്ട്, നല്ല അധികാരങ്ങളും ഉണ്ട്. പക്ഷെ വചനം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവർക്ക് കീഴടങ്ങിയിരിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്നും ചിന്തിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് വായിക്കുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നത് 1 പത്രോസ് എഴുതിയ ലേഖന പുസ്തകം അതിന്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. സകല മനുഷ്യ നിയമത്തിനും കർത്താവ് നിമിത്തം കീഴടങ്ങുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്നത് മനുഷ്യ നിയമത്തിന് നാം കീഴടങ്ങണം. അതിന് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് മനുഷ്യ നിയമത്തിന് കീഴടങ്ങുന്നത് ഒരു ദൈവ പൈതലിന് ഉചിതമാണ്. കീഴടങ്ങുക എന്ന് പറയുന്നത് അടിമയല്ല പ്രിയരെ. കീഴടങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്. താഴോട്ട് പത്രോസിന്റെ ലേഖന പുസ്തകം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് നമുക്ക് എതിരായിട്ട് ഒരു ഭരണമാണ് വെളിപ്പെട്ട് വരികയാണെങ്കിൽ ആ ഭരണത്തിനെ നമ്മൾ പ്രതികരിക്കേണ്ടത് നന്മ ചെയ്തുകൊണ്ട് വേണം പ്രതികരിക്കണമെന്ന് ഇവിടെ വേദപുസ്തകം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം അധികാരങ്ങൾക്ക് ഒരിക്കലും നമ്മൾ മറികടന്നു പോകരുത്. എന്തൊക്കെ അധികാരമാണോ ഈ ലോകത്തിൽ സ്ഥാപിതമാക്കിയിരിക്കുന്നത്, ആ അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കേണ്ടത് നമ്മുടെ ദൈവ പൈതലെ നമ്മുടെ കടമയാണ് എന്ന് വ്യക്തമായി വേദപുസ്തകം വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ എബ്രായർ എഴുതിയ ലേഖന പുസ്തകം അതിന്റെ 13-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ നടത്തുന്നത് ആരാണോ, ഒരു സഭയാണോ, സഭയിലുള്ള ദൈവദാസൻ നിങ്ങൾ നടത്തുകയാണെങ്കിൽ സഭയിൽ തന്നെ കമ്മിറ്റി മെമ്പർ ഉണ്ടാവും. അതുപോലെ ലോകത്ത് പല നിയമങ്ങളും ഉണ്ട്. ഈ നിയമങ്ങൾക്ക് നമ്മൾ അനുസരിച്ചാണോ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം ശുദ്ധമാകും, നമ്മുടെ ജീവിതം മാനിക്കപ്പെടും എന്നുള്ളത് വ്യക്തമായി നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിയമത്തിന് കീഴടങ്ങുന്നത് ഒരിക്കലും അടിമയല്ല. ബൈബിൾ പറയുന്നത് അത് നന്നാണ്. അതുപോലെ തന്നെ യാക്കോബ് 4:11 വായിക്കുമ്പോൾ അവിടെ നിയമത്തിന് ന്യായപ്രമാണത്തെ വിധിക്കരുതെന്ന് പറയുന്നു. എബേസ്യർ 6:7 വായിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത് ഇവയൊക്കെയും ഈ നിയമങ്ങളെയും അനുസരിക്കുന്നത്. അങ്ങനെ ഒത്തിരി യേശു പ്രാർത്ഥിക്കുമ്പോൾ വരെ യേശുവിന്റെ ഇഷ്ടത്തിനല്ല, പിതാവിന്റെ ഇഷ്ടത്തിനാണ് യേശുവും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായത്. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ നിയമങ്ങൾക്ക്, നമ്മെ നടത്തുന്നതായ വ്യക്തികൾക്ക്, അവരുണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾക്ക് നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകുക. പ്രതികരിക്കണമെങ്കിൽ വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് നമുക്ക് നിശ്ചയമായിട്ടും അവർക്കെതിരെ പ്രതികരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് ഒരിക്കലും അധികാരങ്ങളെ തള്ളിക്കളയരുത്, നിയമങ്ങളെ തള്ളിക്കളയരുത്. അത് മാന്യതയോടുകൂടെ സ്വീകരിക്കുവാൻ ദൈവമക്കളെ നമ്മൾ തയ്യാറാകുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.